അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ടൈലറിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ടൈലറിംഗ് മെഷീനുകളൊക്കെയാണ്. നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് ടൈലറിംഗ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള മെഷീൻസ് ആണ്. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ ജാം പാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പിക്കിൾ പാക്ക് ചെയ്യാനൊക്കെ, പിക്കിൾ മേക്കിംഗ് ഒക്കെ ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്തരം മെഷീൻസ് ആണ് കേട്ടോ. ഇത് ഓട്ടോമേറ്റഡ് അല്ല. ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്നത് ശരിക്കും മാനുവലായിട്ട് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ തൊട്ട് പുറകിലൊക്കെ കാണുന്നത് ഫ്ലോർ മില്ലൊക്കെ യൂസ് ചെയ്യുന്ന മെഷീൻസ്, അതേപോലെ തന്നെ പാക്കിംഗ് മെഷീൻസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ശരിക്കും ഞാൻ ഈ കണ്ടതിൽ ഏറ്റവും കൂടുതൽ പാക്കിംഗ് മെഷീൻസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കാണുന്ന സ്റ്റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറ്റുന്ന കുറെ മെഷീൻസ് ആണ്, കിച്ചൺ എക്യുപ്മെന്റ്സ് ആണ്. അതായത് കട്ടിങ്, സ്ലൈസിങ്, അല്ലെങ്കിൽ തേങ്ങ ചിരവാന്, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുമല്ലോ. അങ്ങനെ കിച്ചണിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ മെഷീൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ കാണുന്നതും ഇതേപോലെ തന്നെ ഫ്ലോർ മില്ലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ മെഷീൻസ് ആണ് കേട്ടോ. അതെല്ലാം ഞാൻ സ്പെസിഫിക് ആയിട്ട് ശരിക്കും ഞാൻ ചോദിച്ചില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു, കോവിഡ് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അത് കൂടുതലായിട്ട് ഞാൻ ചോദിച്ചില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട്, അതായത് ഒരു അത്യാവശ്യം ഒരു യൂണിറ്റ് തുടങ്ങാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന പേപ്പർ ബാഗ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് മെഷീനാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ ആ പേപ്പർ റോൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പേപ്പർ ബാഗുകൾ, പേപ്പർ ക്യാരി ബാഗുകൾ, പല സൈസ് ഡിഫറെന്റ് സൈസിലുള്ള പേപ്പർ ക്യാരി ബാഗുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ മെഷീൻ ഞാൻ ചെന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവും എന്തോ ചെയ്തിട്ട് അവർ ഓഫ് ആക്കി ഇട്ടിരിക്കുക. എന്തുകൊണ്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പേപ്പർ ബാഗുകൾ ഏകദേശം കട്ട് ചെയ്തതിന്റെ ഷേപ്പിലൊക്കെ കിട്ടും. പിന്നെ അതിന്റെ ബാക്കി പ്രോസസ്സുകൾ, ടാഗ് പിടിപ്പിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പൊ ഈ കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ ബാഗുകൾ പല രീതിയിലുള്ളത്. അപ്പൊ നമ്മൾ ഈ മെഡിക്കൽ യൂസിനൊക്കെ, അതായത് മെഡിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ ബേക്കറി ബാഗ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെഷീനാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രൊഡക്റ്റ് നമുക്ക് എൻ പ്രൊഡക്റ്റ് കിട്ടും, എല്ലാം പേസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് അത് പിറക്കി പാക്ക് ചെയ്ത് എന്താ പറയാ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ജസ്റ്റ് ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണ് പേപ്പർ റോൾ ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇത്ര ഇത്ര പേപ്പർ ബാഗുകൾ നമുക്ക് മാനുഫാക്ചർ ചെയ്യും. ഇത് തന്നെ പല സൈസിലുള്ള മെഷീൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് തീരെ ഇപ്പം മെഡിക്കൽ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന പേപ്പർ ബാഗ് മതി എന്നുണ്ടെങ്കിൽ അത്രയും ആ ടൈപ്പിലുള്ള പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ട്. പിന്നെ അതല്ല അതൊരു പർട്ടിക്കുലർ സൈസ് വരെ ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ട്. ബേക്കറി ബാഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും. അപ്പൊ പല ഡിഫറെന്റ് സൈസിലുള്ള പേപ്പർ ബാഗുകൾ നമുക്ക് ഇങ്ങനത്തെ ഈ ചെറിയ ഈ പേപ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, തീരെ കട്ടി കുറഞ്ഞ പേപ്പർ. നമ്മൾ ക്യാരി ബാഗ് ചെയ്യുന്നതിനെക്കാട്ടിലും തീരെ കട്ടി കുറഞ്ഞ പേപ്പറാണ്. അപ്പോൾ ആ ഒരു മെഷീൻ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു കട്ട് ചെയ്യുന്ന പോർഷൻ കാണാൻ പറ്റും. അത് ശരിക്കും നിങ്ങൾക്ക് ഞാൻ റോള് കാണിച്ചു തരാം. ശരിക്കും അത് റോള് അവിടുന്ന് കട്ട് ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് വരിക ചെയ്യുന്നത്. റോള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ താഴെ റോള് കൊടുത്തിട്ടുണ്ട്. ആ റോളിൽ നിന്ന് പേപ്പർ ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഓട്ടോമേറ്റഡ്, നമ്മളൊന്നും ചെയ്തു കൊടുക്കണ്ട, ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ജസ്റ്റ് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് പറയുക ആ ഒരു റോളറിൽ കൂടി ഇങ്ങനെ കറക്റ്റ് മടക്കി ആ ഒരു ഷേപ്പിൽ നമ്മൾ ഏതാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ സൈസിൽ നമുക്ക് കിട്ടും. ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയ പേപ്പർ ക്യാരി മെഷീൻസ് ആണ്, ക്യാരി ബാഗുകളാണ് കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പാക്കിംഗ് മെഷീൻസ് ആണ്. അതായത് നമ്മൾ ഇപ്പം കറി പൗഡറുകൾ ഒക്കെ പാക്ക് ചെയ്യുന്ന മെഷീൻസ് ആണ് ഈ കാണുന്നത്. അതും ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് സൈസിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓരോ മെഷീൻസിനും ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈസ് വരെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ സൈസ് ഒരു പർട്ടിക്കുലർ സൈസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഇതെല്ലാം പാക്കിംഗ് മെഷീനറികളാണ്. ശരിക്കും പാക്മെൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ബ്രാൻഡിൽ ചെയ്യുന്ന കുറെ മെഷീൻസ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ഈ കുട്ടികളൊക്കെ കഴിക്കുന്ന സിപ്പപ്പ് ഒക്കെ ഇല്ലേ, സിപ്പപ്പ് ഒക്കെ പാക്ക് ചെയ്യുന്ന ചെറിയൊരു പാക്കിംഗ് ആണല്ലോ അതെ. അപ്പൊ ആ ഒരു പാക്കിംഗ് ചെയ്യുന്ന മെഷീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതും ഇതുപോലെ തന്നെ പാക്കിംഗ് മെഷീൻസ് ആണ്. ഇതെല്ലാം ശരിക്കും പാക്കിംഗ് മെഷീൻസ് ആണ്. അതിന്റെ വീഡിയോസ് ഡെമോ കാണാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഡെമോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതൊക്കെ. പിന്നെ ഇതെല്ലാം ഓരോ മോഡലുകളാണ്. ഓരോ മോഡലുകൾ വരുമ്പോഴത്തേക്കിനും അതിനതിന് സ്പെസിഫിക്കേഷൻ വ്യത്യാസം ഉണ്ടാവും. ഓരോന്നിലും ഓരോ സൈസ് ആയിരിക്കും ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ചിലതിൽ ഡിഫറെന്റ് ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ സാധാ കറി പൗഡറിന്റെ ഒരു പാക്കിംഗ് ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരു ഐറ്റം വരുമ്പോഴത്തേക്കിനും കിട്ടുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഓരോ മെഷീൻസ് ആണ് കേട്ടോ. ഇതൊക്കെ അതിന്റെ ഔട്ട്പുട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഈ മെഷീനിലെല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്കായിട്ട് ഉണ്ടാക്കണ്ട. അതായത് ജസ്റ്റ് റോള് കയറ്റി വിട്ടാൽ മതി. പ്ലാസ്റ്റിക് റോള് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ ചെറിയ പാക്കിങ്, ഈ ചെറിയ ചെറിയ എന്താ പറയുക കുടിൽ വ്യവസായമൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ പാക്കിങ് നമ്മൾ 5 രൂപ 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബോർഡ് ഐറ്റംസ് ഒക്കെ കിട്ടില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ആ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ എന്താണ് പറയാ നമ്മുടെ ഈ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ പാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു പല ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഫില്ല് ചെയ്തിട്ട്
പാക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ കണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു നൈട്രജൻ ഫില്ല് ചെയ്യുന്ന മെഷീൻ അല്ല, മറിച്ച് മാനുവൽ ആയിട്ട് പാക്ക് ചെയ്യുന്ന മെഷീനാണ്. പക്ഷേ വേറെ ഡിഫറെന്റ് മെഷീൻസ് ഉണ്ട്, അതിനകത്ത് നൈട്രജൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടും. പിന്നെ ഈ ഇരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രയർ ആണ്. ഈ ഡ്രയർ സാധാരണ ഡ്രയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ കംപ്രസർ ബേസ്ഡ് ഡ്രയർ ആണ്. അതായത് നമ്മളൊരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന പോലെയാണ് ഈ ഡ്രയർ വർക്ക് ചെയ്യുന്നത്. അതായത് സാധാരണ ഡ്രയർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ കോയിലായിരിക്കും അല്ലെങ്കിൽ ഫിലമെന്റ് ആയിരിക്കും, അങ്ങനെയൊക്കെയാണല്ലോ വർക്ക് ചെയ്യുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ ബേസ് ചെയ്തിട്ട് ഹോട്ട് എയർ കടത്തി വിടുക. അപ്പം ഇതിനൊരു പ്രത്യേകത അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്താണ് പറയുക, ആ ഒരു നമ്മൾ എന്ത് മെറ്റീരിയലാണ് നമ്മൾ അവിടെ ട്രൈ ചെയ്യുന്നത്, ആ മെറ്റീരിയലിന്റെ മാക്സിമം ആ ഒരു നാച്ചുറാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. കളർ ആവട്ടെ ഒക്കെ ഒന്നും ഫെയ്ഡ് ആവത്തില്ല, മാക്സിമം എന്താ പറയുക അത് കീപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡ്രയറിന്റെ പ്രത്യേകതയായിട്ട് അവർ പറയുന്നത്. നിങ്ങൾക്ക് ആ പുറകിൽ സ്പ്രിംഗ് എന്ന് എഴുതിയിരിക്കുന്ന വലിയൊരു കംപ്രസർ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഉള്ള പോലെ തന്നെ, അതായത് നമ്മുടെ ആ എന്താ പറയാ ഹ്യൂമിഡിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു വാട്ടർ ഉണ്ടല്ലോ, ആ വാട്ടർ കണ്ടന്റ് വലിച്ച് പുറത്ത് കളയാനുള്ള ഒരു സംവിധാനം പുറകിലുണ്ട്. അപ്പൊ അവിടെ സൗകര്യക്കുറവ് മൂലം ശരിക്കും നമുക്കതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇതിപ്പം അവര് ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഈ കാണുന്ന സാധനങ്ങളൊക്കെ. അതായത് പൈനാപ്പിൾ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഈ കൊണ്ടാട്ടം പോലുള്ള സാധനങ്ങൾ, പച്ചമുളക്, ഇതൊക്കെ ഡ്രൈ ചെയ്തിട്ടുള്ള അതെങ്ങനെ ഇരിക്കുന്നത് അവർ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താണ് പറയുക, അതിലിരിക്കുന്ന പൈനാപ്പിൾ ഒക്കെ ഉണ്ട്, ഒറിജിനൽ പൈനാപ്പിൾ പോലെ തന്നെ ഇരിക്കും. ഡ്രൈ ആയാലും അതിന്റെ നിറമോ ഒന്നും ഒട്ടും മാറിയിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് പറയാ തയ്യൽ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ എംബ്രോയിഡറി വർക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ലോഗോ ഒക്കെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈലറിങ്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ടൈലറിങ് തന്നെ പറയാം. അങ്ങനെ ഒരു മെഷീൻ ആയിരുന്നു. ശരിക്കും നമുക്ക് അതിന്റെ ഡെമോ തരാമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ലേറ്റ് ആയി പോയത് കാരണം ഡെമോ നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ട് ഓട്ടോമേഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കുറെ പാർട്സുകളിലൊക്കെ വിൽക്കുന്ന ഒരു കമ്പനിയുടെ സ്റ്റോൾ ആയിരുന്നു. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ എന്താണ് പറയാ ബേക്കറി റിലേറ്റഡ് ആയിട്ട് ചിപ്സുകൾ അതൊക്കെ ഉണ്ടാക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാറ്ററിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന കുറെ മെഷീൻസ്, വീണ്ടും ടൈലറിങ് മെഷീനുകളാണ്. ഈ ബേക്കറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെഷീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് വീണ്ടും ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ. പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന, അതിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി, ഇത് പ്രിന്റിംഗ് യൂണിറ്റ് ആണ്. അപ്പൊ ഇതുപോലെ പ്രിന്റ് ചെയ്ത് കിട്ടും നമുക്ക്. നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ ബ്രാൻഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പേപ്പർ ബാഗിൽ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഞാൻ ആദ്യം കാണിച്ച മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് പേപ്പർ ബാഗ് മാത്രം നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാം. ഇതൊക്കെ വന്നിട്ട് ഇത് വേറൊരു ടൈപ്പ് ഓഫ് ബാഗ് ഉണ്ടാക്കുന്ന മെഷീനാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് അതിനകത്ത് ബാഗ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെയാണ്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്, ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ പ്രിന്റിങ് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിന് പ്രിന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറെ ഐറ്റംസ് ഒരുമിച്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെന്താ പറയാ വാക്വം പാക്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന മെഷീനാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു ഐസ്ക്രീം പ്ലാന്റ് ആണ്. സീവക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഐസ്ക്രീം പ്ലാന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം പ്ലാന്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവർക്ക് എല്ലാ ഐറ്റംസ് ഉണ്ട്. ഐസ്ക്രീം പ്ലാന്റ് തുടങ്ങി അതിന്റെ A to Z സംഭവങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് വേണോ അതെല്ലാം അവിടെ ഉണ്ട്. ഐസ്ക്രീമിന്റെ പ്രോസസ്സിങ്, ഫസ്റ്റ് പ്രോസസ്സിങ്, ഫെർമെന്റേഷൻ പ്രോസസ്സ് തൊട്ടിട്ട് ലാസ്റ്റിൽ ഫ്രീസിങ് പ്രോസസ്സ് വരെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ നോയ്സ് കാരണം ഞാൻ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ഫ്രൂട്ട് ബേസ്ഡ് ഐസ്ക്രീം ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഫ്രൂട്ട് മിക്സ് ഇതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനുള്ള ഒരു പാർട്ടാണ് ആ സംഭവം. അതും മാനുവലി ആണ് ഇപ്പൊ അതിൽ വെച്ചിരിക്കുന്നതെങ്കിൽ തന്നെ നമുക്ക് അത് ഓട്ടോമേറ്റഡ് ആയിട്ട് ഇതിൽ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനെല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം SS304 ചെയ്തിരിക്കുന്നത്. അതായത് ഫുള്ളി ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈവൻ ആ പൈപ്പ് ആവട്ടെ എല്ലാ ഐറ്റംസും. പിന്നെ ഏറ്റവും ആ കോർണറിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രീസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രീസറാണ്, ഒരു ഇൻഡസ്ട്രിയൽ ഫ്രീസറാണ്. പിന്നെ ഈ സീമക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് എല്ലാവിധ അസിസ്റ്റൻസും, അതായത് നിങ്ങൾക്കൊരു ഐസ്ക്രീം ഫാക്ടറി ആവട്ടെ അത് തുടങ്ങാൻ വേണ്ട എല്ലാവിധ അസിസ്റ്റൻസും അവർ ചെയ്തു തരും എന്നാണ് പറയുന്നത്. A to Z സംഭവങ്ങൾ, അതിന്റെ മോൾഡുകൾ എല്ലാം അവർ ചെയ്തു തരും. പിന്നെ വന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കെയിൻ എടുക്കുന്ന മെഷീൻ ഉണ്ട്, അതേപോലെ പൊടിക്കുന്ന മെഷീൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഇൻഡസ്ട്രി പോലെ നമുക്ക് എന്താ പറയുക ചെറുകിട വ്യവസായം പോലെ നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാറ്ററിംഗുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻസ് ആണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ബേക്കറി റിലേറ്റഡ് ആയിട്ട് മിക്സർ ഒക്കെ ഉണ്ടാക്കുന്ന മെഷീൻ. മിക്സറൊക്കെ എന്താ പറയാ നമ്മളിങ്ങനെ ആ ഒരു നൂൽ പോലത്തിലൊക്കെ ആക്കി എടുക്കില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന മെഷീൻസും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൊടിക്കുന്ന മെഷീൻസ് ഉണ്ട്. പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ.
ഞാൻ മിക്സർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പക്കാവട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഉണ്ടാക്കാനുള്ള മെഷീൻസ് എല്ലാം ഇവിടെയിലുണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ. കുറച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ പാക്ക് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ്. പൊടിക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഓരോരോ ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ്. പിന്നെ ഇത് വന്നിട്ട് സ്ക്വീസ് ചെയ്ത് നമുക്ക് ജ്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മാനുവലി ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് വന്നിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സിയാണ്. മിക്സിയെ ശരിക്കും നിങ്ങളെ കാണിച്ചു തരാം. അത് ആ മിക്സി ശരിക്കും അത്രേ ഉള്ളൂ, സംഭവം അത്രേ ഉള്ളൂ. വലിയൊരു ജാറൊക്കെ ഉണ്ട്, സാധാരണ മിക്സി തന്നെ, പക്ഷെ കുറച്ചുകൂടെ വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ തേങ്ങ ചിരവുന്ന മെഷീൻസ്, അങ്ങനെ ഓരോ ഐറ്റംസ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും കുറെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ആണ്, ട്രാൻസ്ഫോമേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ സംഭവങ്ങൾ, ഇൻസുലേറ്റേഴ്സ് ഒക്കെയാണ്. പിന്നെ വീണ്ടും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ഓരോ ഫുഡ് പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ഫ്ലോർ മെയിൽ, ഓയിൽ മെയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ശരിക്കും പൈലറ്റ് സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലെ ഒരു കമ്പനിയാണ് കേട്ടോ. അത് വളരെ പ്രസിദ്ധമായിട്ടൊരു കമ്പനിയാണ്. അപ്പോൾ അവയുടെ കുറേ മെഷീനറിയാണ്. പിന്നെ ഇത് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഇൻസ്റ്റാ മിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സംഭവം, നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഇൻഡസ്ട്രിയൽ പർപ്പസിലാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സംഭവമാണ്. അങ്ങനെ കുറെ ഐറ്റംസ് അവർക്കുണ്ട്. ശരിക്കും കഴിഞ്ഞാൽ പൈലറ്റ് സ്മിത്തിന് എനിക്ക് തോന്നുന്നു എല്ലാ ഫ്ലോർ മിൽ മെഷീനറീസും ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഓയിൽ പ്രൊഡക്ഷൻ വേണ്ട എല്ലാ മെഷീനറീസും ഉണ്ട്. പിന്നെ ഈ വരുന്നത് വീണ്ടും പാക്കിംഗ് മെഷീനാണ് കേട്ടോ. അതായത് നമ്മൾ സിപ്പപ്പ് ഒക്കെ പാക്ക് ചെയ്യുന്ന മെഷീനാണ്. പിന്നെ ഇതും ഇൻഡസ്ട്രി ലെവലിൽ നമുക്ക് എന്താ പറയാ, നമ്മൾ പാക്ക് ചെയ്യുമല്ലോ, എന്ത് ഐറ്റംസ് നമുക്ക് അതിൽ പാക്ക് ചെയ്യാൻ പറ്റും, എന്താണോ ഐറ്റം പാക്ക് ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് അത് പാക്ക് ചെയ്യും. ഇപ്പോൾ കടലയാണെങ്കിൽ കടല, ഇവിടെ കടല പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചിപ്സ് ആണെങ്കിൽ ചിപ്സ് പാക്ക് ചെയ്യാൻ പറ്റും. എന്ത് നമുക്ക് അവിടെ പാക്ക് ചെയ്യാൻ പറ്റും. ശരിക്കും മുകളിൽ ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അത്യാവശ്യം വലുപ്പമുള്ള ഒരു മെഷീനാണ് കേട്ടോ. മുകളിൽ ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സൈസ് സെറ്റ് ചെയ്യുക, അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാക്ക് ചെയ്ത് നമുക്ക് സാധനം കിട്ടും. ഈ വരുന്ന കൺവെയറിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഓരോ ഐറ്റം ചെയ്യും, നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന ഫുൾ ഇത്തരം പാക്കിംഗ് മെഷീൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രി ലെവലിൽ നമുക്ക് കൂളിംഗ് സിസ്റ്റം ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് പറയുക, ഇതൊക്കെ നമുക്ക് ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനാണ് വരിക. നമ്മൾ ഏത് ഇൻഡസ്ട്രി ആണോ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൂളിംഗ് സിസ്റ്റവും ഫാനുകൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ കുറേ സ്റ്റോളുകൾ ശരിക്കും ഉണ്ടായിരുന്നു. വീണ്ടും ഇതൊരു പാക്കിംഗ് മെഷീൻ കമ്പനിയാണ്. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോ ആണ് കേട്ടോ. അതൊരു ആപ്പ് ഓട്ടോയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടുകടയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ സെറ്റപ്പ് ചെയ്തിരിക്കുക. അതിനകത്ത് സ്റ്റൗ ഉണ്ട്. നിങ്ങൾ ആ ഒരു പൈപ്പ് കാണുന്നത് സ്റ്റൗവിലേക്കുള്ള ട്യൂബാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്താണ് പറയുക, അല്ലാണ്ട് ഇതൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉള്ള ഒരു ടേബിൾ ഉണ്ട്, ഒരു ജ്യൂസ് ടേബിൾ പോലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ടേബിൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെയും ഒരുപാട് കൺവെയർ സിസ്റ്റംസ്, അത് ഇത് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഹെവി മെഷീനറീസിന്റെ സ്റ്റോളുകളാണ്. അവർക്ക് അഥവാ ഡിസ്പ്ലേ ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവർ ജസ്റ്റ് സ്റ്റോൾ മാത്രം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ എക്സ്പോയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സമയക്കുറവും അതുപോലെ തന്നെ ഭയങ്കര തിരക്കുമായിരുന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും പുതിയ കാര്യങ്ങൾ കുറേയൊക്കെ കാണിച്ച് നമ്മൾ കുറച്ച് കമ്പനികൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ കമ്പനികളിൽ പോയിട്ട് അവരുടെ കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയിൽ കുറേ കുഴപ്പങ്ങളുണ്ട്, കുറേ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റിൽ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ബൈ.